ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ് കാർബൈൽ അമൈൻ റിയാക്ഷനും പിന്നെ ഹിൻസ്ബർഗ്സ് റിയാജൻ ടെസ്റ്റും. ഇതിനകത്ത് കാർബൈൽ അമൈൻ റിയാക്ഷൻ എന്ന് പറയുന്നത് പ്രൈമറി അമൈൻ ടെസ്റ്റ് ചെയ്യാനുള്ള റിയാക്ഷനാണ്. അതേസമയം ഹിൻസ്ബർഗ് റിയാജൻ എന്ന് പറയുന്നത് പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി ഇവർ തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന റിയാക്ഷനാണ്. അപ്പോൾ അതിനകത്ത് കാർബൈൽ അമൈൻ റിയാക്ഷൻ വാട്ട് ഈസ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ ടെസ്റ്റ് ഫോർ പ്രൈമറി അമൈൻസ്. അതിൽ ആലിഫാറ്റിക്കും ആരോമാറ്റിക്കും ആയിട്ടുള്ള പ്രൈമറി അമൈൻസ് ക്ലോറോഫോമിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്യുക. ഇറ്റ് ഈസ് ഹീറ്റഡ് വിത്ത് ക്ലോറോഫോം ആൻഡ് എത്തനോളിക് പൊട്ടാസ്യം ഹൈഡ്രോസൈഡ്. അപ്പോൾ ഐസോസയനൈഡ് അല്ലെങ്കിൽ കാർബൈൽ അമൈൻസ് ആർ ഫോംഡ്. അത് ഒരു ഫൗൾ സ്മെല്ലിംഗ് സബ്സ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ഇതിൽ ഈ റിയാക്ഷൻ, അതായത് കാർബൈൽ അമൈൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഷോൺ ബൈ സെക്കൻഡറി ഓർ ടേഴ്സറി അമൈൻസ്. അപ്പോൾ ഇതൊരു ടെസ്റ്റ് എക്സ്ക്ലൂസീവ്ലി ഒരു ടെസ്റ്റ് ഫോർ പ്രൈമറി അമൈൻസ് ആണ്. ഈ റിയാക്ഷനെയാണ് കാർബൈൽ അമൈൻ റിയാക്ഷൻ അല്ലെങ്കിൽ ഐസോസയനൈഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തൊരു ഫോർമുല ഉണ്ട്, അതായത് RnH2, അതായത് പ്രൈമറി അമൈൻ പ്ലസ് CHCl3, അതായത് CHCl3 ക്ലോറോഫോം ആണ്, പ്ലസ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അത് ഹീറ്റ് ചെയ്യുമ്പോൾ RnC എന്ന് വരും, പിന്നെ പൊട്ടാസ്യം ക്ലോറൈഡ് വരും, H2O ഉണ്ടാവും. ഇതാണ് കാർബൈൽ അമൈൻ റിയാക്ഷൻ. അപ്പോൾ ഇറ്റ് ഇസ് എ ടെസ്റ്റ് എക്സ്ക്ലൂസീവ്ലി ഫോർ പ്രൈമറി അമൈൻസ്. അടുത്തതാണ് ഹിൻസ്ബർഗ് റിയേജൻ ടെസ്റ്റ്. അതിൽ ഹിൻസ്ബർഗ് റിയേജൻ എന്ന് പറയുന്നത് ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡാണ്. അത് C6H5SO2Cl. അത് വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ടെക്സ്റ്റ് നോക്കി തന്നെ പഠിക്കണം. അത് പ്രൈമറി അമൈൻസും സെക്കൻഡറി അമൈൻസായിട്ട് റിയാക്ട് ചെയ്തിട്ട് സൾഫോണമൈഡ്സ് ഉണ്ടാവും. അപ്പോൾ ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് വിത്ത് പ്രൈമറി അമൈൻ എന്താ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ N-ethyl ബെൻസീൻ സൾഫോണൈൽ അമൈഡ് ഉണ്ടാക്കും. അതിനകത്തൊന്നുമില്ല, ഈ അമൈനിലെ എച്ചും ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡിലെ ക്ലോറിനും കൂടിയിട്ട് ഹൈഡ്രോക്ലോറിക് HCl ആയിട്ട് മാറും, ഹൈഡ്രോക്ലോറിക് ആസിഡായിട്ട് മാറും. ബാക്കി നമ്മൾ കണക്ട് ചെയ്തിട്ട് എഴുതിയാൽ മതി. അതാണ് N-ethyl ബെൻസീൻ സൾഫോണമൈഡ്. അത് ആൽക്കലിയിൽ സോളിബിളാണ്. അടുത്തെന്ന് വെച്ചാൽ സെക്കൻഡറി അമൈനുമായിട്ട് ട്രീറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ, പക്ഷേ N-ഡൈ-ethyl ബെൻസീൻ സൾഫോണമൈഡ് ഉണ്ടാവും. എന്ന് വെച്ചാൽ സെക്കൻഡറി എന്ന് പറയുമ്പോൾ C2H5 രണ്ടെണ്ണം ഉണ്ടാവും. അപ്പോൾ ഡൈ-ethyl ആയിട്ടുള്ള ബെൻസീൻ സൾഫോണൈഡ് ഉണ്ടാവും. ടേഴ്സറി അമൈൻ ഈ റിയേജൻ്റായിട്ട് റിയാക്ട് ചെയ്യില്ല.